നമസ്കാരം. ഉത്തര കൊറിയയിലെ ഇന്ത്യൻ എംബസി വീണ്ടും തുറക്കുമെന്ന വാർത്തകൾ വന്നിരിക്കുകയാണ്. ഇന്ത്യയുടെ തന്ത്രപ്രധാനമായ നയതന്ത്ര നീക്കങ്ങൾക്ക്, പ്രത്യേകിച്ച് കൊറിയൻ മേഖലയിലെ നയതന്ത്ര ഇടപെടലുകൾക്ക് ഏറെ പ്രാധാന്യം കൽപ്പിക്കുന്ന ഒരു നീക്കമായാണ് ഇത് വിലയിരുത്തപ്പെടുന്നത്. എന്തായാലും എംബസി വീണ്ടും തുറക്കുന്നതിന്റെ ഭാഗമായി എംബസി കെട്ടിടമൊക്കെ നന്നായി പരിശോധിക്കാനും വൃത്തിയാക്കാനും ഒക്കെയായി ഇന്ത്യ ഒരു സംഘത്തെ അയച്ചിട്ടുണ്ട്. ഉത്തര കൊറിയൻ ഭരണകൂടം എംബസി കെട്ടിടത്തിനകത്ത് ഈ വിവരങ്ങളൊക്കെ ചോർത്താനായി വല്ല ചാര ഉപകരണങ്ങളും ഒളിപ്പിച്ചിട്ടുണ്ടോ എന്നൊക്കെ പരിശോധിക്കാനും അങ്ങനെ ഈ കെട്ടിടമൊക്കെ ഒന്ന് ക്ലീൻ ആക്കി എടുക്കലുമാണ് ഈ ടെക്നിക്കൽ ടീമിന്റെ ദൗത്യം. ഉത്തര കൊറിയയെക്കുറിച്ചും അവിടുത്തെ ഭരണാധികാരിയായ കിം ജോങ് ഉന്നിനെ കുറിച്ചൊക്കെ വളരെ വിചിത്രവും ഒപ്പം അതിശയോക്തിപരവുമായ നിരവധി വാർത്തകൾ പ്രതിദിനം കേട്ടുകൊണ്ടിരിക്കുന്നവരായിരിക്കുമല്ലോ നിങ്ങൾ. എന്തായാലും ഉത്തര കൊറിയ പോലെ ഒരു രാജ്യത്ത് ഇന്ത്യ എന്തിനാണ് എംബസി തുറക്കുന്നത് എന്നൊക്കെയുള്ള സംശയങ്ങൾ പലർക്കും ഉണ്ടാവും. ആ കാര്യങ്ങളൊക്കെ നമുക്ക് ഈ വീഡിയോയിൽ വിശദമായി പരിശോധിക്കാം. പ്യോങ്യാങ്ങിൽ നേരത്തെ മുതൽ തന്നെ ഇന്ത്യൻ എംബസി പ്രവർത്തിച്ചു വരുന്നുണ്ടായിരുന്നു. ഈ COVID-19 നിയന്ത്രണങ്ങളൊക്കെ കാരണം 2021 ജൂലൈയിൽ താൽക്കാലികമായി അടച്ചുപൂട്ടിയതായിരുന്നു ഈ എംബസി. ഇന്ത്യയും ഉത്തര കൊറിയയും തമ്മിൽ ദീർഘകാലമായി, അതായത് ചരിത്രപരമായി തന്നെ അടുത്ത ബന്ധമുണ്ട്. 1973 ശീതയുദ്ധ കാലത്താണ് ഇന്ത്യയും ഉത്തര കൊറിയയും തമ്മിലുള്ള നയതന്ത്ര ബന്ധം തുടങ്ങുന്നത്. അതിന് പ്രധാന കാരണമായത് ഇന്ത്യയുടെ ചേരിചേരാ നയമായിരുന്നു. നിലനിന്നു പോന്ന ആഗോള സംഘർഷങ്ങൾക്കിടയിൽ ഇരുപക്ഷവുമായി സഖ്യമുണ്ടാകാതെയും ഒപ്പം ശത്രുതയും ഉണ്ടാകാതെയും ഈ ബന്ധം നിലനിർത്തി പോരാൻ ഇന്ത്യക്ക് സാധിച്ചു. മറ്റൊരു സംഗതി എന്നത് ഇന്ത്യക്കും ഉത്തര കൊറിയക്കും ഇടയിൽ ദീർഘകാല കച്ചവട ബന്ധവുമുണ്ട് എന്നതാണ്. ഇന്ത്യ ഉത്തര കൊറിയയുടെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളികളിൽ ഒന്നാണ്. നിരവധി ഇന്ത്യൻ നേതാക്കളും മന്ത്രിമാരും ഒക്കെ നേരത്തെ ഉത്തര കൊറിയ സന്ദർശിക്കുകയും ചർച്ചകൾ നടത്തുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. കൂടാതെ വലിയ ഉപരോധത്തിൽപ്പെട്ടു നിൽക്കുന്ന ഉത്തര കൊറിയക്ക് വലിയ രീതിയിൽ തന്നെ മാനുഷിക സഹായം ചെയ്യുന്ന ഒരു രാജ്യം കൂടിയാണ് ഇന്ത്യ. അതായത് ഇന്ത്യക്ക് ഉത്തര കൊറിയയുമായി വളരെ അടുത്ത നിലയിൽ ആശയവിനിമയം ചെയ്യാനുള്ള ബന്ധമുണ്ടെന്നർത്ഥം. ഉത്തര കൊറിയയുടെ ആണവ പരീക്ഷണങ്ങൾക്കും ഒപ്പം ഈ മിസൈൽ പരീക്ഷണങ്ങൾക്കുമൊക്കെ ഇടയിലും ഇന്ത്യക്ക് ഈ ബന്ധം തുടർന്നു കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ ഈ ആണവ പരീക്ഷണങ്ങളിലെയൊക്കെ ഇന്ത്യ അപലപിക്കുകയും ചെയ്തിട്ടുണ്ട്. ഒപ്പം ഐക്യരാഷ്ട്രസഭ ഉത്തര കൊറിയക്ക് മേൽ ചുമത്തിയ ഉപരോധങ്ങൾ ഇന്ത്യ പാലിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതിന്റെയൊക്കെ ഇടയിലാണ് ആവശ്യമുള്ള സമയങ്ങളിൽ മാനുഷിക സഹായവും ഇന്ത്യ നൽകുന്നത്. അതിനൊരു ഉദാഹരണം, ഈ കഴിഞ്ഞ കോവിഡ് പാൻഡമിക് സമയത്ത് ഇന്ത്യ ഉത്തര കൊറിയക്ക് വൈദ്യസഹായം നൽകിയിരുന്നു. കടുത്ത വിമർശനത്തിന്റെയും ഒപ്പം തന്നെ മാനുഷികമായ പിന്തുണയുടെയും ഈ ഇരട്ട സമീപനം ഇന്ത്യയുടെ ഒരു മഹത്തായ ഒരു ഇടപെടലായാണ് കണക്കാക്കപ്പെടുന്നത്. പ്യോങ്യാങ്ങിലെ ഇന്ത്യൻ എംബസി വീണ്ടും തുറക്കുന്നതിന് ഏറെ അന്താരാഷ്ട്ര പ്രാധാന്യമാണ് ഉള്ളത്. പ്രത്യേകിച്ച് അമേരിക്കയിൽ ട്രംപ് ഭരണകൂടം കൂടി അധികാരത്തിലെത്തുന്ന സാഹചര്യത്തിൽ ഇതിന് ഏറെ പ്രാധാന്യമുണ്ടെന്ന് പല നിരീക്ഷകരും വിലയിരുത്തുന്നു. ട്രംപ് നേരത്തെ അധികാരത്തിലുണ്ടായിരുന്നപ്പോൾ കിം ജോങ് ഉന്നുമായി നേരിട്ട് ചർച്ചകൾ നടത്തിയിരുന്നു. നരേന്ദ്രമോദിയുമായി ട്രംപിന് മികച്ച ബന്ധമാണുള്ളത്. ഇത്തരമൊരു സാഹചര്യത്തിൽ അമേരിക്ക ഉത്തര കൊറിയ സംഭാഷണങ്ങൾ പുനരാരംഭിക്കുകയാണെങ്കിൽ ഇന്ത്യ മധ്യസ്ഥത വഹിക്കാനുള്ള സാഹചര്യം പോലും കണക്കാക്കപ്പെടുന്നുണ്ട്. എംബസി വീണ്ടും തുറക്കുക വഴി ഇന്ത്യക്ക് ഉത്തര കൊറിയയുടെ ആണവ പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കാനും സ്വന്തം സുരക്ഷാ താൽപര്യങ്ങൾ ബഹുമാനിക്കപ്പെടുന്നുണ്ടെന്ന് ഉറപ്പാക്കാനും സാധിക്കും. ലോകത്തിലെ ഏറ്റവും രഹസ്യമായ രാജ്യങ്ങളിൽ ഒന്നിൽ ഇന്ത്യക്ക് ഒരു സ്ഥാനം, ഒരു ഓഫീസ് ഉണ്ടാകുന്നു എന്നത് തന്നെ ഏറെ പ്രാധാന്യമുള്ളതാണ്. ഉത്തര കൊറിയയിലെ എംബസി വീണ്ടും തുറക്കുന്ന ഒരേയൊരു രാജ്യം ഇന്ത്യ മാത്രമല്ല. സ്വീഡൻ, പോളണ്ട് തുടങ്ങിയ മറ്റ് രാജ്യങ്ങളും പ്യോങ്യാങ്ങിൽ നയതന്ത്ര ദൗത്യങ്ങൾ പുനരാരംഭിച്ചിട്ടുണ്ട്. ചില അണ്ടർഗ്രൗണ്ട് ഡിപ്ലോമാറ്റിക് പരിപാടികൾ ഉണ്ടാകാൻ പോകുന്നതിന്റെ സൂചനയായും ഇത് വിലയിരുത്തപ്പെടുന്നുണ്ട്. ഉത്തര കൊറിയയുടെ ആണവ പദ്ധതിയും അന്താരാഷ്ട്ര ഉപരോധങ്ങളും ഉയർത്തുന്ന വെല്ലുവിളികളും ഇതിനൊക്കെ ഇടയിൽ ചില രാജ്യങ്ങളുമായി നയതന്ത്ര ബന്ധം നിലനിർത്താൻ ഉത്തര കൊറിയ കാണിക്കുന്ന ഒരു പോസിറ്റീവ് സമീപനമായും ഇതിനെ കാണാവുന്നതാണ്. ചൈന, റഷ്യ, ഇറാൻ എന്നിവയുൾപ്പെടെ നിരവധി രാജ്യങ്ങളിൽ നിന്നുള്ള എംബസികൾ ഉത്തര കൊറിയയിലുണ്ട്. ഈ എംബസികളുടെ സാന്നിധ്യം ഉത്തര കൊറിയ ഉൾപ്പെടുന്ന സങ്കീർണമായ ജിയോ പൊളിറ്റിക്കൽ മേഖലയിലെ നയതന്ത്ര ഇടപെടലായി കൂടിയാണ് കാണേണ്ടത്. ഉത്തര കൊറിയയുമായി നയതന്ത്ര ബന്ധം നിലനിർത്തുമ്പോൾ തന്നെ ദക്ഷിണ കൊറിയയുമായും ഇന്ത്യക്ക് നല്ല ബന്ധമുണ്ടെന്നതും പ്രാധാന്യമുള്ളതാണ്. അണുവായുധരഹിത കൊറിയകൾ ഉത്തര കൊറിയക്ക് മേലുള്ള അന്താരാഷ്ട്ര ഉപരോധം നീങ്ങുന്ന സാഹചര്യം എന്നിവയൊക്കെ ഉണ്ടാക്കാൻ ഇന്ത്യക്ക് സാധിച്ചാൽ
അത് ലോക ചരിത്രത്തിൽ തന്നെ രേഖപ്പെടുത്താവുന്ന ഒരു നയതന്ത്ര ഇടപെടലാവും. എംബസി ഉദ്യോഗസ്ഥർക്ക് പോങ്യാങ് നഗരത്തിന് പുറത്ത് സഞ്ചരിക്കാൻ മുൻകൂട്ടി അനുവാദം വാങ്ങണം, ഒപ്പം തന്നെ ഉത്തര കൊറിയക്കാരോട് സംസാരിക്കരുത് എന്നിങ്ങനെയൊക്കെയുള്ള കർശന നിയന്ത്രണങ്ങളാണുള്ളത്. അതിനിടയിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കുക എന്നത് തന്നെ ഏറെ വെല്ലുവിളി ഉയർത്തുന്നതാണ്. എന്തായാലും കാത്തിരുന്ന് കാണാം എന്താണ് സംഭവിക്കുന്നതെന്ന്. മറ്റൊരു വിഷയവുമായി കാണുന്നത് വരെ നന്ദി, നമസ്കാരം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒപ്പം ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഈ വീഡിയോ സംബന്ധിച്ച നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക. വാർത്താ നെക്സ്റ്റിന്റെ എല്ലാ വീഡിയോയും മറക്കാതെ കാണാൻ നിങ്ങൾ ശ്രദ്ധിക്കുമല്ലോ.